ഹലോ. ഇന്നേ നമുക്ക് എളുപ്പത്തിലൊരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പ നന്നായി ചെറുതാക്കി കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം. എന്നിട്ടൊരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വന്ന കപ്പയിൽ നിന്ന് കൂടുതലുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, കുറച്ച് ചെറിയ ജീരകം, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ വേവിച്ച് വെച്ച കപ്പയിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സായി വരണം. ഇങ്ങനെ ഇളക്കി കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ കുത്തി കുത്തി കഷ്ണങ്ങളായിട്ടുള്ളതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ഇളക്കി ഉടച്ച് മിക്സ് ചെയ്ത് ഈ ഒരു വിധത്തിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിനി കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളക് കേട്ടോ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകരുത്, ചൂടായി വന്നാൽ മതി. ഇനി നമുക്ക് തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ച കപ്പയിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആ ജീരകത്തിൻ്റെയും കടുക് വറുത്തതും തേങ്ങയും ഒക്കെ കൂടെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള കപ്പപ്പുഴുക്കാണ്. നമുക്കിത് ബീഫോ ചിക്കനോ ഫിഷോ ചമ്മന്തിയോ എന്ത് കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിഷ് കറിയുടെ കൂടെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.